നമസ്കാരം. വഖഫ് നിയമം, വഖഫ് ട്രിബ്യൂണൽ, വഖഫ് ബോർഡ്, അതുപോലെ തന്നെ വഖഫ് അമെൻമെന്റ് ആക്ട് 2025 തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വഖഫ് അമെൻമെന്റ് ആക്ട് 2025 ഈ നിയമത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ഈ മുസ്ലിം മതവിഭാഗത്തെ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളെ ബാധിക്കുക, അതുപോലെ തന്നെ ഈ വഖഫ് നിയമം മതപരമാണോ അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ നിയമമാണോ, സ്ത്രീകൾക്ക് ഈ വഖഫ് നിയമത്തിലുള്ള പ്രാതിനിധ്യം എങ്ങനെയാണ്, വഖഫിലേക്ക് ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തിക്ക് തന്റെ സ്വത്ത് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി എന്താണ് വഖഫ്? വഖഫ് എന്ന് പറയുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ മതപരമായ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി ദൈവനാമത്തിൽ സമർപ്പിക്കുന്നതാണ്, ഡൊണേറ്റ് ചെയ്യുന്നതാണ് വഖഫ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ഡൊണേറ്റ് ചെയ്യപ്പെടുന്നത് മൂവബിളോ ഇമ്മൂവബിളോ ആയ തന്റെ സ്വത്താണ് എന്നതാണ് കാര്യം. അതുപോലെ തന്നെ ഇങ്ങനെ ലഭിക്കുന്ന സ്വത്ത്, ഇത് ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിന്റെ ദൈവത്തിന്റെ നാമത്തിലാണ് ഈ സ്വത്ത് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യപ്പെടുന്ന സ്വത്തുവകകൾ ഇത് മുസ്ലിം വിഭാഗത്തിന്റെ ദൈവത്തിന്റെ നാമത്തിലായിരിക്കും. ഇത് ഒരിക്കൽ ഡൊണേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ഒരു പെർമനന്റ് ഡൊണേഷൻ ആണ് ഇവിടെ സംഭവിക്കുക. ഇങ്ങനെ ഡൊണേറ്റ് ചെയ്ത് കിട്ടുന്ന വസ്തുവകകളെല്ലാം തന്നെ നോക്കി നടത്താൻ വേണ്ടി സംസ്ഥാനങ്ങൾക്ക് വഖഫ് ബോർഡും അതുപോലെ തന്നെ സെൻട്രൽ ലെവലിൽ വഖഫ് കൗൺസിലും നിലവിലുണ്ട്. ഇങ്ങനെ സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡ് ഇങ്ങനെയുള്ള സ്വത്തുവകകളുടെ മേൽനോട്ടത്തിന് വേണ്ടി മാനേജറായി അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റിന് വേണ്ടി ഒരു വ്യക്തിയെ നിയമിക്കും. ആ വ്യക്തിയെ അറിയപ്പെടുക മുത്തവല്ലി എന്നാണ്. ഇങ്ങനെ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനായി സംസ്ഥാന തലങ്ങളിൽ വഖഫ് ബോർഡും ഇതിലേക്കുള്ള അംഗങ്ങളെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നോമിനേറ്റ് ചെയ്യുക. 30-ൽ പരം വഖഫ് ബോർഡുകൾ ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ലെവലിലുള്ള വഖഫ് കൗൺസിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ലെവലിലാണ്. അതുപോലെ ഇങ്ങനെ വഖഫ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാനായി വഖഫ് ട്രിബ്യൂണലും നിലവിലുണ്ട്. ഇങ്ങനെ വഖഫിലേക്ക് ദാനം ചെയ്യപ്പെടുന്ന പ്രോപ്പർട്ടിയെ കുറിച്ചും ഇതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചും എല്ലാം നിയമം 1913 മുതൽ തന്നെ നിലവിലുണ്ട്. മുസൽമാൻ വഖഫ് വയലഡേറ്റിംഗ് ആക്ട് 1930. അതിനുശേഷം ഇതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വഖഫ് ആക്ട് 1954, വഖഫ് ആക്ട് 1955, വഖഫ് ആക്ട് 1995, പിന്നെ അതിലും മേജറായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് വഖഫ് ആക്ട് 2013, ഇപ്പോൾ 2025 വഖഫ് ആക്ടിൽ ഭേദഗതികൾ വരുത്തിയിരിക്കുന്നു. ഇതിനു മുൻപ് വളരെ വലിയ ഭേദഗതികൾ 1995 അതുപോലെ തന്നെ 2005 നിയമിക്കപ്പെട്ട സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 2013 നടത്തുകയുണ്ടായി. സച്ചാർ കമ്മിറ്റിയെ 2005 നിയമിച്ചത് എന്തിനെന്നാൽ സോഷ്യലി, എക്കണോമിക്കലി അതുപോലെ എഡ്യൂക്കേഷണലി ഉള്ള സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ആരുടെ സ്റ്റാറ്റസ് ആണ് ഈ കമ്മിറ്റി പരിശോധിച്ചത് എന്നാൽ മുസ്ലിം വിഭാഗത്തിന്റെ സ്റ്റാറ്റസുകളായിരുന്നു ഈ കമ്മിറ്റി പരിശോധിച്ചത്. മുസ്ലിം വിഭാഗത്തിന്റെ സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് എഡ്യൂക്കേഷനിൽ ഉള്ള സ്റ്റാറ്റസ് എങ്ങനെയെന്ന് പരിശോധിച്ച് 2006 ഈ കമ്മിറ്റി റിപ്പോർട്ട് നൽകപ്പെടുകയുണ്ടായി. ഈ സച്ചാർ കമ്മിറ്റി വഖഫ് പ്രോപ്പർട്ടിയെ കുറിച്ചും വഖഫ് ബോർഡിനെ കുറിച്ചും മുട്ടാവലിയെ കുറിച്ചും ഈ ഇങ്ങനെയുള്ള വഖഫ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഇൻകത്തെ കുറിച്ചും എല്ലാം പരിശോധിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചും ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് ഈ കമ്മിറ്റി സമർപ്പിക്കുകയും ചെയ്തു. വഖഫിന്റെ പ്രോപ്പർട്ടി നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തെന്നാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രോപ്പർട്ടി കൈവശമുള്ളത് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിനാണ്. തൊട്ടു താഴെ ഇന്ത്യൻ റെയിൽവേ, 3-ാം സ്ഥാനത്ത് വഖഫ് ബോർഡിനാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രോപ്പർട്ടി ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2006 സച്ചാർ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് പ്രകാരം 4.9 ലക്ഷം പ്രോപ്പർട്ടികളാണ് വഖഫിലേക്ക് രജിസ്റ്റർ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഏരിയ പരിശോധിക്കുമ്പോൾ 6 ലക്ഷത്തിൽ പരം ഏക്കറയാണ് ഇതിന്റെ കൈവശമുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ വസ്തുവകകളുടെ മാർക്കറ്റ് വാല്യൂ എന്നത് 1.2 ലക്ഷം കോടി രൂപയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ബുക്ക് വാല്യൂ ആയി പറയപ്പെടുന്നത് 6000 കോടി രൂപയും. ഈ കമ്മിറ്റി ഹൈലൈറ്റ് ചെയ്ത മറ്റൊരു കാര്യം എന്തെന്നാൽ ഇത്രയും വലിയ ഒരു പ്രോപ്പർട്ടി കൈവശമുണ്ടായിട്ടും ഒരു വർഷം ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് 163 കോടി രൂപയാണ്. അതായത് 2.7% മാത്രമാണ് വരുമാനം ലഭിക്കുന്നത് എന്നാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ വഖഫിന്റെ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂവിന്റെ 10% ഇൻകമായി ലഭിച്ചാൽ തന്നെ മുസ്ലിം വിഭാഗത്തിന്റെ സോഷ്യലി, എക്കണോമിക്കലി, എഡ്യൂക്കേഷനിൽ ഉള്ള സ്റ്റാറ്റസ് വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ കമ്മിറ്റി അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്.
അതുപോലെ തന്നെ വഖഫിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മിസ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറെ റെക്കമെൻഡേഷനുകൾ ഈ കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. സ്ട്രിക്റ്റ് റൂൾ ഫോർ ബെറ്റർ മാനേജ്മെന്റ്, അത് തന്നെയായിരുന്നു കമ്മിറ്റിയുടെ ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. അതിനുശേഷം ടൈംലി സർവേ നടത്തണം, അതുപോലെ റെക്കോർഡുകളെല്ലാം ഡിജിറ്റൽ ആക്കണം, എന്നാൽ മാത്രമേ ഒരു ട്രാൻസ്പെറന്റ് ആയി റെക്കോർഡുകൾ സൂക്ഷിക്കപ്പെടുകയുള്ളൂ എന്നും ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഈ വഖഫിലെ മുസ്ലിം സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും കമ്മിറ്റി പരാമർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുസ്ലിം അല്ലാത്ത പ്രൊഫഷനുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബെറ്റർ മാനേജ്മെന്റ് സാധ്യമാകുമെന്നും സെച്ചാർ കമ്മിറ്റി 2006 റിപ്പോർട്ട് ചെയ്തു. വഖഫ് ട്രിബ്യൂണലിന്റെ അധികാര പരിധിയെക്കുറിച്ചും ഒരു പരാമർശം ഈ കമ്മിറ്റി നടത്തുകയുണ്ടായി. വഖഫ് നിയമത്തിൽ 2013 വരുത്തിയ ഭേദഗതികൾ ഈ സച്ചാർ കമ്മിറ്റിയുടെ പരാമർശങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 2025 നടത്തിയ അമെന്റ്മെന്റുകളിലും ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുകളെ പരിഗണിച്ച് തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് ഇത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇങ്ങനെ കാലാന്തരങ്ങളിൽ പല വിധത്തിലുള്ള അമെന്റ്മെന്റുകൾ ഈ വഖഫ് നിയമത്തിൽ വരുത്തിയിട്ടുണ്ട്. 1913 മുതൽ പലതരത്തിലുള്ള ഭേദഗതികളും നമുക്ക് കാണാൻ സാധിക്കും. 1913, അതിനുശേഷം 1954, 1955, 1995, 2013, ഇപ്പോൾ 2025 ഈ ഉള്ള വർഷങ്ങളിലെല്ലാം തന്നെ ഈ നിയമത്തിന് കാലാനുസൃതമായുള്ള മാറ്റങ്ങൾ വരുത്താൻ നാം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അവസാനമായി 2025 ഓഗസ്റ്റ് 8 വഖഫ് അമെൻമെന്റ് ബിൽ 2024 അതോടൊപ്പം മുസൽമാൻ വഖഫ് റിപ്പീൽ ബിൽ 2024 അവതരിപ്പിക്കപ്പെട്ടു. ഈ ഒരു ഭേദഗതി കൊണ്ടുവരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെന്നാൽ റൂൾ ക്ലിയർ ചെയ്യുക, അതുപോലെ തന്നെ ഇതിന്റെ ബോർഡിന്റെ ഫംഗ്ഷനിങ് സ്മൂത്ത് ആക്കുക, അതുപോലെ തന്നെ ബെറ്റർ മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് വഖഫ് പ്രോപ്പർട്ടീസ്, ഈ വഖഫ് പ്രോപ്പർട്ടികളുടെ കാര്യക്ഷമമായ നടത്തിപ്പും പുരോഗതി കൊണ്ടുവരികയും തന്നെയായിരുന്നു ഈ ഭേദഗതികളുടെ ലക്ഷ്യം. ഇങ്ങനെ ഈ ബിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നാനാ കോണുകളിൽ നിന്നും പല വിധത്തിലുള്ള എതിർപ്പുകൾ ഉയരുകയും ഈ ഒരു ബിൽ നമ്മുടെ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വിടുകയും ആ കമ്മിറ്റി JPC എന്ന കമ്മിറ്റി പഠിക്കുകയും അതോടൊപ്പം തന്നെ പബ്ലിക്കിൽ നിന്ന്, എക്സ്പേർട്സിൽ നിന്ന്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന്, അതുപോലെ ഡിഫറെന്റ് ഓർഗനൈസേഷനിൽ നിന്ന് എല്ലാം അഭിപ്രായങ്ങൾ തേടുകയും അതിനുശേഷം 25 റെക്കമെൻഡേഷൻ സർക്കാരിന് മുന്നിൽ വെക്കുകയും ചെയ്തു. അതിനുശേഷം ഇത് പാർലമെന്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കപ്പെടുകയും ഇത് നിയമമായി മാറുകയും ചെയ്തു. അങ്ങനെ വഖഫ് അമെൻഡ്മെന്റ് ആക്ട് 2025 നിലവിൽ വന്നു. ഇനി നാം പ്രധാനമായി ഈ അമെൻഡ്മെന്റ് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ബില്ലിൽ വന്നിട്ടുള്ളത്, അത് എങ്ങനെയാണ് ഉപയോഗപ്രദമാകുന്നത്, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് തന്നെ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യുക എന്നും പരിശോധിക്കാം. പ്രധാനമായും നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഈ ഒരു വഖഫ് എന്ന കൺസെപ്റ്റ് വളരെ നല്ലതാണ്. നാം ദൈവത്തിന്റെ നാമത്തിൽ ഇവിടെ ഈ വഖഫ് എന്ന കൺസെപ്റ്റ് മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് മാത്രമായിട്ടാണ് നാം ആചരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നിലനിൽക്കുന്നത്. ഇത് അവരുടെ ദൈവത്തിന്റെ നാമത്തിൽ ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക എന്നുള്ള ഈ കൺസെപ്റ്റ് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ അമെൻമെന്റുകൾ നമുക്ക് വരുത്തേണ്ടി വന്നതും. പ്രധാനമായും ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേതായി സിസ്റ്റം തന്നെയാണ്. രണ്ടാമത്തേത് നമുക്ക് കാണാൻ സാധിക്കും റൂൾസ് എന്നറിയപ്പെടുന്നു, അതിലേക്കുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള റൂൾസ്. മൂന്നാമതായി ആക്ട്, നിയമം തന്നെയാണ്. ഇതിലെല്ലാം പോരായ്മകൾ ഉള്ളത് കൊണ്ടായിരുന്നു ഒരു ഭേദഗതി നാം കൊണ്ടുവരേണ്ടി വന്നത്. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ റൂൾസ്, ആക്ട്, വഖഫിനെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം കോൺട്രാവേഴ്ഷ്യൽ ആയിരുന്നു, അതുപോലെ തന്നെ പ്രോബ്ലമാറ്റിക്കും ആർബിട്രറിയുമായിരുന്നു. അതിനാലാണ് നാം 2025 അമെൻമെന്റുകൾ കൊണ്ടുവന്നത്. ഇനി പ്രധാനമായും 2025 കൊണ്ടുവന്ന പ്രധാന അമെൻമെന്റുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തേതായി ഒരു നോൺ മുസ്ലിമിന് ഈ വഖഫിലേക്ക് സ്വത്തുവകകൾ ഡൊണേറ്റ് ചെയ്യാനുള്ള അവസരം ഈ ഒരു അമെൻമെന്റിന് മുൻപ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2025 അമെൻമെന്റിന് ശേഷം ഒരു മുസ്ലിമിന് 5 വർഷം മുസ്ലിമായി ആ മതം ആചരിച്ച് ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്പോൾ വഖഫിലേക്ക് സ്വത്തുവകകൾ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു മുസ്ലിമായി ഇന്ന് കൺവേർട്ട് ചെയ്ത വ്യക്തിക്ക് നാളെ തന്നെ അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെയോ സ്വത്ത് ഈ വഖഫിലേക്ക് നൽകാൻ സാധിക്കുകയില്ല. മിനിമം 5 വർഷമെങ്കിലും മുസ്ലിമായി ആ മത ആചാരപ്രകാരം ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു വഖഫിലേക്ക് തന്റെ സ്വത്തുക്കൾ ഡൊണേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ ഈ അമെൻഡ്മെന്റ് പ്രകാരം സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേതായി വഖഫ് ബൈ യൂസർ, അതായത് ഒരു പബ്ലിക് പ്ലേസിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് പ്ലേസിലോ
ഇവർ ഈ ഒരു മുസ്ലിം മത ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ അനുഷ്ഠിച്ചു വരികയാണെങ്കിൽ ആ ഒരു സ്ഥലം വഖഫിന്റേതായി തീരും എന്നുള്ളതായിരുന്നു. അതായത് ആ സ്ഥലം മുസ്ലിം മത ആചാരങ്ങൾക്ക് വേണ്ടി അവരുടെ മതാചാരപ്രകാരമുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കാൻ വേണ്ടി ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ അവർ അങ്ങനെ നടത്തി പോന്നു കഴിഞ്ഞാൽ ആ സ്ഥലം വഖഫിന്റേതായി തീരും ഓട്ടോമാറ്റിക്കലി എന്നുള്ളതായിരുന്നു. അതിന് യാതൊരു വിധത്തിലുള്ള റിട്ടേൺ ഡോക്യുമെന്റ്സിന്റെയും ആവശ്യമില്ല, ഒരു സെയിൽസ് ഡീഡിന്റെ ആവശ്യമില്ല, ഒരു രജിസ്ട്രേഷന്റെ ആവശ്യമില്ല. നമുക്കറിയാം, ഒരാളുടെ വസ്തു മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ അതിന് നിരവധി നിയമപരമായ കാര്യങ്ങൾ നാം ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിൽ അടിസ്ഥാനപരമായ ഉള്ള കാര്യങ്ങളാണ് രജിസ്ട്രേഷൻ, സെയിൽസ് ഡീഡ് തുടങ്ങിയവയെല്ലാം. ഇവിടെ അത്തരം യാതൊരു ആവശ്യവുമില്ല. ഇത്തരം മത ആചാരങ്ങൾ ഒരു പബ്ലിക് പ്ലേസിലായിക്കോട്ടെ ഒരു പ്രൈവറ്റ് പ്ലേസിലായിക്കോട്ടെ സ്ഥിരമായി നടന്നു വരികയാണെങ്കിൽ ആ സ്വത്തുവകകൾ ഓട്ടോമാറ്റിക്കായി വഖഫിന്റേതായി തീരും എന്നുള്ള ആ ഒരു നിയമം ഇവിടെ ഭേദഗതി ചെയ്തു. ഇപ്പോൾ നിയമപരമായ കാര്യങ്ങളിലൂടെ മാത്രമേ അല്ലെങ്കിൽ ഒഫീഷ്യലായി മാത്രമേ ഒരു പ്രോപ്പർട്ടി വഖഫിലേക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 1976 ലാൻഡ്മാർക്ക് കേസാണ് സയ്യിദ് മുഹമ്മദ് സാലി ലബായി വേഴ്സസ് മുഹമ്മദ് അനീഫ എന്ന കേസ്. ഇതിൽ പറയുന്നത് എന്തെന്നാൽ, ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്ഥലത്ത് ഒരു മോസ്ക് പണിയുകയും അവിടെ അവരുടെ മത ആചാരപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ നടത്തി വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ആയുള്ള ആ ഒരു പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കായി വഖഫിന്റേതായി തീർന്നു എന്നതാണ് ഈ കേസ്. അതുപോലെ തന്നെ ഗ്യാൻ വാപ്പി മസ്ജിദ് കേസിലും ഇതിനെ പിന്തുടർന്നുള്ള വിധിയാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു മോസ്ക് ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നുവെങ്കിൽ ആ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കായി വഖഫിന്റേതായി തീരും എന്നായിരുന്നു ഇതുവരെയുള്ള വിധി അല്ലെങ്കിൽ ഇതുവരെയുള്ള വഖഫ് നിയമം. ഇപ്പോൾ അതിന് മാറ്റം വന്നു. പ്രോപ്പറായുള്ള ഒഫീഷ്യലായുള്ള ലീഗലായുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ വഖഫിന് ആ പ്രോപ്പർട്ടി അവരുടേതായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനു മുൻപ് ഈ ഒരു 2025 അമെന്റ്മെന്റ് വരുന്നതിന് മുൻപ് സർക്കാർ പ്രോപ്പർട്ടികൾ വരെ വഖഫിന് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നു. അത് ഏക്കർ കണക്കിനുള്ള വനമായിക്കോട്ടെ അല്ലെങ്കിൽ മലയായിക്കോട്ടെ, അങ്ങനെയുള്ള ഏതു തരം സർക്കാരിന്റെ പ്രോപ്പർട്ടിക്ക് മേലും അവകാശവാദം ഉന്നയിക്കാൻ വഖഫിന് സാധ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പ്രോപ്പർ ഡോക്യുമെന്റ് ഇല്ലാതെ, ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇല്ലാതെ ഒരിക്കലും വഖഫിന് ഒരു പ്രോപ്പർട്ടിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുകയില്ല. അത് ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി ആയാലും അല്ലെങ്കിൽ സർക്കാർ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയാലും ഇപ്പോൾ വഖഫിന് സാധിക്കുകയില്ല. ഇതിനു മുൻപ് ഒരു ഡിസ്പ്യൂട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ ഉടൻ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു സർവേ കമ്മീഷണറെ സ്റ്റേറ്റിന്റെ ചെലവിൽ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയും ആ സർവേ കമ്മീഷണർ ഇത് സർവേ ചെയ്തെടുത്തതിന് ശേഷം ഇത് ആരുടേതാണെന്ന് തീരുമാനിക്കുകയും അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആ പ്രശ്നമുള്ളവർക്ക് ഈ വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇതിനുള്ള ടൈം ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 1 വർഷമായിരുന്നു. ഇങ്ങനെ സർവേ കമ്മീഷണർ സർവേ നടത്തിയ ശേഷം വഖഫിന്റെ പ്രോപ്പർട്ടിയായി കണ്ടു കഴിഞ്ഞാൽ അത് സർക്കാർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യും. അങ്ങനെ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ പ്രശ്നമുള്ളവർ ഈ വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കുക എന്നത് മാത്രമായിരുന്നു പോംവഴി. അങ്ങനെ വഖഫ് ട്രിബ്യൂണലിലൂടെ മാത്രമാണ് നമുക്ക് അനുകൂലമായ ഒരു വിധി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടി വഖഫ് അറ്റാച്ച് ചെയ്താൽ പോലും കോടതിയെ സമീപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ എല്ലാ സ്വത്തുപരമായ എല്ലാ സിവിൽ മാറ്റേഴ്സിന്റെയും തർക്കങ്ങൾ നാം പരിശോധിക്കുക അല്ലെങ്കിൽ നാം പരിഹരിക്കുക സിവിൽ കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി വഴിയാണ് നാം സമീപിക്കുക, പരിഹരിക്കുക. ഇവിടെ നമുക്ക് വഖഫുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യൻ ജുഡീഷ്യറിയെ സമീപിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വഖഫ് ട്രിബ്യൂണലിനെ മാത്രമായിരുന്നു നമുക്ക് ആശ്രയിക്കാൻ വഴിയുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനും ഒരു മാറ്റം ഈ അമെന്റ്മെന്റിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സർവേ കമ്മീഷണർ അല്ല ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ വഖഫിന്റെ ഭൂമിയാണോ എന്ന് സർവേ ചെയ്ത് കണ്ടുപിടിക്കുക. ആ അധികാരം ഈ അമെന്റ്മെന്റിന് ശേഷം നൽകപ്പെട്ടിട്ടുള്ളത് ഡിസ്ട്രിക്ട് കളക്ടർക്കാണ്. അദ്ദേഹമായിരിക്കും ഇത് വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. അദ്ദേഹത്തിന്റെ വളരെ നിഷ്പക്ഷപരമായ ന്യൂട്രൽ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഈ ഡിസിഷനിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉള്ളതായി തോന്നിക്കഴിഞ്ഞാൽ ഈ വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ സാധിക്കും. ഈ വഖഫ് ട്രിബ്യൂണലിന്റെ വിധി വന്നതിന് ശേഷം നമുക്ക് അപ്പീൽ പോവാനും സാധിക്കും. ഹൈക്കോടതിയിൽ 90 ദിവസത്തിനകം അപ്പീൽ പോവാനും ഇപ്പോഴത്തെ ഈ അമെന്റ്മെന്റിന് ശേഷം സാധിക്കും. ഈ 2025 അമെന്റ്മെന്റ് വരുന്നതിന് മുൻപ് വഖഫ് ട്രിബ്യൂണലിന്റെ വിധിയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും, നമുക്ക് അനുകൂലമല്ല എങ്കിൽ പോലും നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ സാധിക്കുമായിരുന്നില്ല. ഓൺലി ടെക്നിക്കൽ എററിന് മാത്രമാണ് അപ്പീൽ പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഒരു ലീഗലായിട്ട് നിയമപരമായിട്ടുള്ള നമുക്ക് അപ്പീലിനുള്ള അവകാശം ഇവിടെ നിഷേധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിന്റെ വിധിയിൽ നാം തൃപ്തരല്ലെങ്കിൽ 90 ദിവസത്തിനകം നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീലിന് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വഖഫ്
പ്രോപ്പർട്ടികൾക്ക് അല്ലെങ്കിൽ വഖഫ് ഇങ്ങനെ വ്യക്തികളുടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ലിമിറ്റേഷൻ ആക്ട് 1963 ബാധകമല്ലായിരുന്നു. എന്നാൽ ലിമിറ്റേഷൻ ആക്ട് 1963 ഇതാണ് നിയമപരം, ഇതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ. ഇത് പ്രകാരം ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടിക്കാണ് പ്രശ്നമുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ എ എന്ന വ്യക്തിയുടെ പ്രോപ്പർട്ടി ബി കൈവശപ്പെടുത്തിയെങ്കിൽ എക്ക് 12 വർഷത്തിനുള്ളിൽ 12 വർഷം വരെ സമയമുണ്ട്. ആ കാലയളവിനുള്ളിൽ കോടതിയെ സമീപിച്ചാൽ മതി. കോടതിയെ സമീപിച്ച് തനിക്ക് നഷ്ടപ്പെട്ടു പോയ, തനിക്ക് കൈവശം നഷ്ടപ്പെട്ടു പോയ തന്റെ ഭൂമി തിരിച്ചു പിടിക്കാൻ ആ വ്യക്തിക്ക് അവകാശമുണ്ട്. അതിനുള്ള ടൈം ലിമിറ്റ് ആണ് ലിമിറ്റേഷൻ ആക്ട് 1963 പ്രകാരം 12 വർഷം. ഇനി ഇതേ അവസ്ഥ ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടിക്കാണ് എങ്കിൽ 30 വർഷമാണ് അതിനുള്ള കാലാവധി. അതേ സമയത്താണ് ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ആക്ട് 1963 ഇന്ത്യയിൽ എല്ലാവർക്കും ബാധകമായി നിലനിൽക്കുന്ന ഈ സമയത്താണ് വഖഫിന് 1 വർഷം മാത്രം അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് ഒഴിവ് നൽകിക്കൊണ്ടുള്ള ഒരു നിയമമായിരുന്നു വഖഫ് ആക്ട്. അതിനൊരു മാറ്റം ഇപ്പോൾ വരുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ അമെൻഡ്മെന്റിന് ശേഷം ലിമിറ്റേഷൻ ആക്ട് 1963 വഖഫിനും ബാധകമാണ്. അടുത്ത അമെൻഡ്മെന്റ് എന്തെന്ന് വെച്ചാൽ വഖഫ് അലാൽ ഔലത്ത്, അതായത് ഇൻഹെറിറ്റൻസ് റൈറ്റ്. ഒരു കുടുംബത്തിന്റെ സ്വത്ത് അതിന് അവകാശികൾ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ആ സ്വത്ത് വഖഫിന്റേതായി തീരും എന്നുള്ള നിയമം. അതായത് ഇവിടെ പിന്തുടർച്ച അവകാശിയായി അല്ലെങ്കിൽ സ്വത്തിന്റെ അവകാശിയായി കണക്കാക്കിയിരുന്നത് പുരുഷന്മാരെ മാത്രമായിരുന്നു. ആ കുടുംബത്തിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിലെ പെൺമക്കൾക്ക് സ്വത്തിൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരുന്നില്ല. പെൺമക്കൾ ജീവിച്ചിരുന്നാലും അങ്ങനെയുള്ള സ്വത്ത് വഖഫിന്റേതായി തീരും എന്നായിരുന്നു ഇതിന് മുൻപുള്ള നിയമം. ഇപ്പോൾ അങ്ങനെയല്ല. പുരുഷന്മാർ അവകാശികളായി ഇല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും ആ സ്വത്ത് അവർക്ക് തന്നെ ലഭിക്കും. അതായത് മുസ്ലിം സ്ത്രീ വിഭാഗങ്ങൾക്ക് വളരെയധികം ഗുണകരമായ ഒരു അമെൻമെന്റ് ആണിത്. എന്നാൽ അവരുടെ കുടുംബത്തിന്റെ സ്വത്ത്, അവരുടെ മദറിന്റെ സ്വത്ത് ഒരിക്കലും അവർ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങൾ അവകാശികളല്ല എന്ന് കാണിക്കുന്ന ഒരു നിയമം നിലവിലുള്ളത് കൊണ്ട് മാത്രം വഖഫിന്റേതായി മാറുന്ന ആ ഒരു പ്രവണത ഇല്ലാതെ ആയിരിക്കുന്നു. ഈ ഒരു ഭേദഗതിയിലൂടെ ഈക്വൽ റൈറ്റ് ആൻഡ് ഈക്വൽ ഷെയർ ഫോർ വുമൺ എന്നതാണ് നിലവിൽ വന്നിരിക്കുന്നത്. വരുന്നതിന് മുൻപ് വഖഫ് ബോർഡിലെയും അതുപോലെ വഖഫ് കൗൺസിലിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിം അംഗങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ ഈ ഭേദഗതി വന്നതിന് ശേഷം ഈ വഖഫ് ബോർഡിലെ 11 അംഗങ്ങളിൽ 2 പേർ മുസ്ലിം വിഭാഗത്തിൽ നിന്നല്ലാത്ത അംഗങ്ങൾ വേണം എന്ന് വന്നു. അതുപോലെ വഖഫ് കൗൺസിലിലുള്ള 22 അംഗങ്ങളിൽ 2 പേർ മുസ്ലിം മതവിഭാഗത്തിൽ പെടാത്ത ആളുകളായിരിക്കണമെന്നും നിയമം വന്നു. അതുപോലെ വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും 2 വീതം അംഗങ്ങൾ മുസ്ലിം വനിതകളായിരിക്കണം എന്നും നിലവിൽ വന്നു. അതുപോലെ തന്നെ വഖഫ് ബോർഡിലെയും വഖഫ് കൗൺസിലിലെയും മുസ്ലിം മതവിഭാഗത്തിൽ പെടാത്ത അംഗങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ചാരിറ്റി റിലേറ്റഡ് മാറ്റേഴ്സിൽ മാത്രമായിരിക്കും ഇടപെടാനുള്ള അവകാശം. അല്ലാതെ അവരുടെ മതവിഭാഗങ്ങളിൽ അല്ലെങ്കിൽ മതകാര്യങ്ങളിൽ ഇടപെടാനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കുകയില്ല. ഈ ഭേദഗതിക്ക് മുൻപ് വഖഫ് ട്രിബ്യൂണൽ ഉണ്ടായിരുന്നത് ഒരു മുസ്ലിം ലോ എക്സ്പേർട്ട് ആയിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം മത പണ്ഡിതൻ ഒരാളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഓഫീസർ ഉണ്ടായിരിക്കും. അടുത്തത് ഒരു സിവിൽ സെഷൻസ് ഓർ ഡിസ്ട്രിക്ട് ജഡ്ജ് ആ വഖഫ് ട്രിബ്യൂണൽ ഉണ്ടായിരിക്കും. ഇവിടെ ഈ വഖഫ് ട്രിബ്യൂണൽ വിധി പുറപ്പെടുവിക്കുക ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസ് അനുസരിച്ചായിരിക്കും. അതായത് മുസ്ലിം മതം ആയിരിക്കും, അല്ലെങ്കിൽ ശരീഅത്ത് നിയമം പ്രകാരമായിരിക്കും ഈ വഖഫ് ട്രിബ്യൂണൽ വിധി പ്രഖ്യാപിക്കുക. ഈ അമെൻമെന്റിന് ശേഷം മുസ്ലിം ലോ എക്സ്പേർട്ട്, അതായത് മുസ്ലിം മത പണ്ഡിതൻ ഈ ഒരു ട്രിബ്യൂണലിൽ ഉണ്ടാകും എന്ന ആ ഒരു ഇത് മാറ്റി ഇപ്പോൾ നിയമപരമായി തന്നെയാണ് ഒരു കോടതി പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വഖഫ് ട്രിബ്യൂണൽ പ്രവർത്തിക്കുക. മുസ്ലിം നിയമപ്രകാരമല്ല, ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമപ്രകാരമായിരിക്കും ഇപ്പോൾ വഖഫ് ട്രിബ്യൂണൽ പ്രവർത്തിക്കുക. അതിലുള്ള മുസ്ലിം ലോ എക്സ്പേർട്ടിനെ മാറ്റി നിലവിൽ ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഫോർമർ റിട്ടയർഡ് ആയിട്ടുള്ളതോ ആയ ഒരു സിവിൽ ജഡ്ജ് ഇതിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് ഓഫീസറും ഈ വഖഫ് ട്രിബ്യൂണൽ ഉണ്ടായിരിക്കും. അവർ ഇതിന്റെ അന്തിമ വിധി പുറപ്പെടുവിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം തന്നെയായിരിക്കും, അല്ലാതെ മുസ്ലിം ലോ പ്രകാരം അല്ല ഇപ്പോൾ ഒരു വിധി പ്രഖ്യാപിക്കുക. ഇങ്ങനെ ഈ ഒരു ട്രിബ്യൂണൽ, വഖഫ് ട്രിബ്യൂണൽ പ്രഖ്യാപിക്കുന്ന വിധിയിൽ നമുക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ പോകാനും ഇപ്പോൾ സാധിക്കും. അതുപോലെ തന്നെ ഈ വഖഫ് സ്വത്തിനും വഖഫ് ട്രിബ്യൂണലിനും ലിമിറ്റേഷൻ ആക്ട് 1963 ബാധകമാണ്. വഖഫ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ മറ്റ് മതവിഭാഗങ്ങളുടെ പ്രോപ്പർട്ടിയും തമ്മിൽ നാം പരിശോധിക്കുമ്പോൾ മറ്റ് മതവിഭാഗങ്ങളുടെ പ്രോപ്പർട്ടികൾ പ്രധാനമായും സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ വഖഫ് പ്രോപ്പർട്ടികൾ വഖഫ് ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത്. മറ്റ് മതവിഭാഗങ്ങളുടെ പ്രോപ്പർട്ടി മേൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവർ സിവിൽ കോടതിയെയാണ് അല്ലെങ്കിൽ ഹൈക്കോടതിയെയാണ് സമീപിക്കുക. എന്നാൽ വഖഫ് പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ വഖഫ് ട്രിബ്യൂണലിനെ മാത്രമാണ് നമുക്ക്
സമീപിക്കാൻ സാധിക്കുക. ഇവിടെ വഖഫ് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമായിരിക്കും. ആ വഖഫ് ട്രിബ്യൂണൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് മുസ്ലിം നിയമപ്രകാരമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ലിമിറ്റേഷൻ ആക്ട് ഈ വഖഫ് പ്രോപ്പർട്ടിക്ക് ബാധകമായിരുന്നില്ല. വെറും 1 വർഷ കാലാവധി മാത്രമാണ് അനുവദിച്ച് നൽകിയിരുന്നത്. എന്നാൽ മറ്റ് മതവിഭാഗങ്ങൾക്കെല്ലാം ലിമിറ്റേഷൻ ആക്ട് ബാധകമായിരുന്നു. സ്വകാര്യ വ്യക്തികളുടേതാണെങ്കിൽ 12 വർഷ കാലയളവും, എന്നാൽ സർക്കാരിന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ 30 വർഷ കാലയളവും ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ലഭിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരിക്കൽ നൽകപ്പെട്ട വഖഫിന് നൽകപ്പെട്ട പ്രോപ്പർട്ടികൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ മറ്റു വിഭാഗങ്ങൾക്ക് തിരിച്ചെടുക്കുക എന്നുള്ളതിന് ഒരു ടോട്ടൽ റെസ്ട്രിക്ഷൻ ആയിരുന്നില്ല. റെസ്ട്രിക്ഷൻ ഉണ്ട്, എന്നിരുന്നാലും അതൊരു ടോട്ടൽ റെസ്ട്രിക്ഷൻ ആയിരുന്നില്ല. ഇങ്ങനെ പ്രധാനമായും ഇത്രയും അമെൻഡ്മെന്റുകളാണ് ഈ 2025 കൊണ്ടുവന്നത്. ഇത് പ്രകാരം ഏതൊരു പ്രോപ്പർട്ടിയും തങ്ങളുടേതാണ് എന്ന് വഖഫിന് ഇപ്പോൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ വഖഫ് ട്രിബ്യൂണലിന് മുസ്ലിം നിയമത്തിൽ നിന്ന് മാറി ഇന്ത്യൻ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ട്രിബ്യൂണലായി മാറിയിരിക്കുന്നു. അതുപോലെ ലിമിറ്റേഷൻ ആക്ട് ബാധകമായിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രോപ്പറായ ഡോക്യുമെന്റേഷൻ, ഒരു രജിസ്ട്രേഷൻ ആവശ്യമായി വന്നിരിക്കുന്നു എല്ലാ വഖഫ് പ്രോപ്പർട്ടികൾക്കും. അങ്ങനെ വളരെയധികം ഉപകാരപ്രദമായ, അതായത് ഇന്ത്യൻ നിയമത്തിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ നിയമം ബാധകമാക്കി ഇപ്പോൾ വഖഫിനും എന്ന് നമുക്ക് പറയേണ്ടി വരും. താങ്ക് യു.